എങ്ങനെയാണ് പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു യൂട്ടേൺ അടിക്കാൻ ഇന്ന് സതീശനെ നിർബന്ധിച്ച് കാണും? ഇവരാരെയാണ് ഈ മണ്ടന്മാരാണ്? ഞാൻ തിരിച്ചു പോയിട്ടെ. 2016 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വി എം സുധീരൻ KPC പ്രസിഡന്റായിരുന്നു. ആ സമയത്ത് ഒരു വലിയ തർക്കമുണ്ടായി കേരളത്തിലെ ബാറുകളുടെ ക്ലാസിഫിക്കേഷൻ സംബന്ധിച്ച്. ഇന്ന് വി എം സുധീരൻ വളരെ കൃത്യമായ നിലപാടെടുത്തു. ഞാനന്ന് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഒരു UDF യോഗത്തിൽ ഒട്ടുമുക്കാൽ പേരും ബാറുകൾക്ക് ക്ലാസിഫിക്കേഷനിൽ റെസ്ട്രിക്ഷൻ വേണ്ട, ഇളവ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വി എം സുധീരൻ പറഞ്ഞു ഇല്ല, പറ്റില്ല ആണ്. അന്ന് 29 ബാറേ കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലുള്ളത് 29 ബാറാണ്. പിണറായി വിജയൻ 10 വർഷം ഭരിച്ചപ്പോൾ അന്ന് പൂട്ടിയത് 730 ബാറാണ്. 418 ബാറ് ആദ്യം പൂട്ടി, പിന്നീട് 312 ബാർ പൂട്ടി. അങ്ങനെ 730 ബാറുകൾ ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പൂട്ടി. ഒരു തരത്തിലും ഞങ്ങൾ മുന്നോട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ വലിയ ഖ്യാതി പറയുന്നതല്ല, വി എം സുധീരൻ്റെ ഒരു നിലപാട് എന്ന് ഞാൻ പറയുന്നു. അന്ന് വലിയ ബാർക്കോഴ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോട്ടെ, പക്ഷേ 730 ബാർ കേരളത്തിൽ പൂട്ടി. 29 ബാർ മാത്രം കാസർഗോഡ് മുതൽ കന്യാകുമാരി, നമ്മൾ പാറശാല നോക്കിയാൽ വെറും 29 ബാർ മാത്രമാണ്. ഇപ്പോൾ കേരളത്തിൽ എത്ര ബാറുണ്ടെന്ന് അറിയാം? 849 ബാർ. ഇത് കൊടുത്തതാരാ? പിണറായി സർക്കാരിൻ്റെ കാലത്ത്. എന്തായിരുന്നു ഇവരുടെ നയം? ക്രമേണയുള്ള മദ്യവർജനം എന്ന് പറഞ്ഞ പിണറായി സർക്കാർ സ്കൂളുകൾക്ക് മുന്നിൽ കൊടുത്തു, പള്ളികൾക്ക് മുന്നിൽ കൊടുത്തു. ഒരു പാമ്പ്ലാനിക്കും അപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതേ, ഇപ്പം വലിയ ഡയലോഗ് അടിക്കുന്ന പാമ്പ്ലാനി ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പള്ളിക്ക് മുന്നിൽ കൊടുത്തു. 50 മീറ്റർ അങ്ങനെ നേരെ നോക്കിയാൽ 50 മീറ്റർ ഇല്ല, എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലൂടെ അളവെടുത്ത് 50 മീറ്ററിന് സ്കൂളിൽ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂളിൻ്റെ നേരെ എതിരെ ബാർ കൊടുത്തു. ആരാ കൊടുത്തേ? പിണറായി സർക്കാർ കൊടുത്തു. അപ്പോൾ ഈ പറയുന്ന 29 നിന്ന് 849 ആര് കൊടുത്തു എന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്നതിൽ ഒരു അർത്ഥമില്ല, യാഥാർത്ഥ്യമില്ല. ഈ പറയുന്ന മദ്യലോബികളിൽ നിന്ന്, മദ്യ മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് കേരളത്തെ മദ്യപ്പുഴയാക്കാനും കേരളത്തിൽ മദ്യം സുലഭമായി ലഭിക്കാനുമുള്ള സാഹചര്യം ഒരുക്കിയത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഞാൻ അതിന് മുൻപ് ഞാൻ ചോദിട്ടെ, AK ആന്റണി ചാരായം നിരോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെതിരെ കലഹിച്ചത് ഈ CITU ചെത്തുതൊഴിലാളി യൂണിയനാണ്. ഞങ്ങളുടെ ഉപജീവന മാർഗം പോയി എന്ന് പറഞ്ഞിട്ട് അതൊരു ചരിത്രപരമായ തീരുമാനമാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ചാരായം നിരോധിച്ചു എന്നുള്ളത് ചരിത്രപരമായൊരു തീരുമാനമാണ്. അതിനകത്ത് ഇനി യാതൊരു സംശയമില്ല. അന്ന് ഏറ്റവും കൂടുതൽ അതിനെതിരെ ബഹളമുണ്ടാക്കിയത്, ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർത്തിയത് CPM ആണ്, CITU ആണ്. അന്ന് ഞങ്ങളുടെ തൊഴിലാളികളുടെ ഉപജീവന മാർഗം നശിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ കലാപങ്ങൾ ഉണ്ടാക്കിയത് ഈ പറഞ്ഞ CPM ആണ്. ഇന്ന് ആ CPM അധികാരത്തിലിരുന്ന 10 വർഷമാണ്. 29 നിന്ന് 849. ഞാൻ ആലോചിച്ച് നോക്കി, 820 ബാറുകളാണ് തുടങ്ങിയത്. എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടായോ? എന്തെങ്കിലും പരിശോധന ഉണ്ടായോ? ഒന്നുമില്ല. അപ്പോൾ ചുമ്മാ ചോദിക്കുന്നവർക്കെല്ലാം ബാർ ലൈസൻസ് കൊടുത്ത ഒരു കാലഘട്ടം. ഇവിടെ ഈ ഐസൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ 23-ൽ ഇത് ചർച്ച ചെയ്തു, തീരുമാനം എടുത്തില്ല. ആരോടായി കള്ളം പറയുന്നത്? ബെക്കാഡിയോട് ചർച്ച ചെയ്ത ആരാ? ബെക്കാഡിയുടെ പ്രതിനിധികളോട് ചർച്ച ചെയ്ത ആരാ? KN ബാലഗോപാൽ. ഈ പറയുന്ന കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് വേണ്ടി പുതിയ ഡിസ്റ്റിലറികൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചാരാ? ആ സർക്കാർ. അവര് UB ഗ്രൂപ്പിനോട് ചർച്ച ചെയ്തു, UB ഗ്രൂപ്പിനെ ക്ഷണിച്ചു. പാലക്കാട്ട് ബിയറിനേക്കാൾ കുറച്ചുകൂടി വീര്യമുള്ള, എന്നാൽ മദ്യത്തെക്കാൾ വീര്യം കുറഞ്ഞ ഒരു ഇടയ്ക്കുള്ള ഒരു വീര്യമുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി. അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്തത് ഇവരാണ്. ഇവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച. ഞാനിപ്പോ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാട് തുടരാൻ VD സതീശൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? തീർച്ചയായിട്ടും അത് ചോദ്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് VD സതീശൻ 150% അതിൻ്റെ നികുതി കുറയ്ക്കാനുള്ള തീരുമാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ?
നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യം എന്താ? നിങ്ങൾ പറയുന്നത് പോലെ ഈ മദ്യപാനത്തിന് ആരും ആസക്തരല്ല, മദ്യപാനത്തിന് അടിമകളല്ല. ഇവിടെ അടിമകൾ എന്ന് പറയുന്ന കഞ്ചാവിനും ബ്രൗൺ ഷുഗറിനും MDMA-ക്കുമാണ് ഈ ചെറുപ്പക്കാർ. ഈ പറയുന്ന പോലെ ആളുകൾ, ചെറുപ്പക്കാർ, 18 വയസ്സ് പോലും തികയാത്ത ആളുകൾ മുഴുവൻ MDMA-ക്കും അല്ലെങ്കിൽ ഈ കഞ്ചാവിനും ഈ പറയുന്ന ബ്രൗൺ ഷുഗറിനും അടിമകളായി മാറുകയാണ്. മദ്യപിക്കുന്ന ആളുകൾ എത്ര ശതമാനമുണ്ട്? കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടതാണ്. അന്ന് മദ്യമൊന്നും കിട്ടാനില്ല. അന്ന് പലരും ഈ ആസക്തി കാരണം ഈ നമ്മുടെ എന്താ പറയാ ഈ മറ്റുള്ള സാനിറ്റൈസർ ഉൾപ്പെടെയുള്ളതൊക്കെ കഴിക്കുന്ന ഒരു അവസ്ഥയൊക്കെ അന്നുണ്ട്. അന്ന് വലിയ ബോധവൽക്കരണം, വ്യാജമാറ്റം വർദ്ധിച്ചു. അപ്പം ആസക്തി ഇല്ല എന്ന് പറയാൻ പറ്റില്ല രജിത്തേട്ട. പക്ഷേ ഇതിലേറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം, ഈ നേരത്തെ ഐസിനേട്ടൻ പറഞ്ഞ പോലെ വീര്യം കുറഞ്ഞ മദ്യം സുലഭമായി വരുമ്പോൾ ഇത് ഞാൻ പറയട്ടെ, ഇതൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ഡ്രിങ്കിങ് ബോട്ടിലേക്ക് കൊണ്ടുവരും. അതങ്ങനെ കീശയിലിട്ട് കൊണ്ടുപോയി ഇത് ആരറിയും? ഇതൊരു വലിയ വിപത്തിലേക്കല്ലേ പോകുന്നത്.